ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഒരു ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. 4 ആളൊക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലിക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ഒരു പാത്രത്തിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് വറുത്തെടുക്കണം. സ്ലൈറ്റ്ലി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ എത്രയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. ഞാനിവിടെ ഒരു 3 വിസിലിനാണ് കുക്ക് ചെയ്തത്. അതിനുശേഷം ഒരു 5 കഷ്ണം ശർക്കരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്യണം. കാരണം ശർക്കരയിൽ എപ്പോഴും കുറച്ച് പൊടികളോ മണ്ണിൻ്റെ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാഷറിൽ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ മിക്സിയിലാകുമ്പം നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടും. അത് ആ നെയ്യിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്കിത് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി എത്തുന്നവരെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പതച്ച് മറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി എത്തിയതിന് ശേഷം 1/2 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഇവിടെ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ചുക്ക് അഥവാ ഡ്രൈഡ് ജിഞ്ചർ അത് ചേർത്ത് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കിതിൽ വറുത്തിടണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങയുടെ കഷ്ണങ്ങളും 8 കാഷ്യൂസും 8 റേസിൻസും ചേർത്ത് ഒരു ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പായസത്തിലേക്ക് അതൊഴിച്ച് ഒരു 10 മിനിറ്റ് അതിനെ മൂടി വയ്ക്കുക. അങ്ങനെ വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ചെറിയ ഫാമിലിക്ക് കണക്കായിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു വലിയ ഫാമിലി ആണെങ്കിൽ അളവ് കൂട്ടിയിട്ട് ഇതേ പായസം തയ്യാറാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.